മരണത്തെ അതിജീവിച്ചാണ് ക്രിസ്ത്യാനോ പിറന്നത്. മകൻ ജനിക്കണ്ട എന്നായിരുന്നു മറിയുടെയും ഭർത്താവ് ജോസയുടെയും തീരുമാനം. ആത്മഹത്യ ജീവിതമോ എന്ന് രണ്ട് തീരുമാനത്തിൽ നിൽക്കുന്ന അവർക്ക് ഇനി ഒരാൾ കൂടി എന്തിനെന്ന് ആദ്യം ഉയർന്ന ചിന്തയിൽ അവൻ പിറക്കും മുമ്പേ കൊന്നു കളയാനായിരുന്നു അവരുടെ തീരുമാനം. അത്രയ്ക്കും ഉണ്ടായിരുന്നു അവരുടെ പട്ടിണി. ചൂടുവിയർപ്പ് കുടിച്ചില്ലാതാക്കാൻ പലതവണ ശ്രമിച്ചിട്ടും പിറന്നു വീണു ക്രിസ്ത്യാനോ. മറിയുടെ മകനായിട്ട്, ക്രിസ്തുവിന്റെ പേരുള്ളവനായിട്ട്. അതെ, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ക്രിസ്ത്യാനോ റൊണാൾഡോ. Phenomenon. Hello again, Stretford End. Here I am. Crazy. This is what he lives for. പോർച്ചുഗലിലെ മദീന ഫുൻജയിലായിരുന്നു ക്രിസ്ത്യാനോ പിറന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ ഉയർത്തെണ്ണീക്കുകയായിരുന്നു. അതെ, ഒരു ഫുട്ബോൾ ഇതിഹാസ രാജാവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെ ഇടയിൽ നിന്നും ജീവിതം കിതച്ചു തുടങ്ങുകയായിരുന്നു ക്രിസ്ത്യാനോ. ദുർബലമെന്ന് തോന്നിച്ച ശരീരവും അമിത വേഗത്തിലുള്ള ഹൃദയമെടുപ്പും അവന്റെ മുമ്പേറ്റങ്ങളെ തടഞ്ഞു നിർത്തി. പന്ത് തട്ടാനുള്ള അവസരങ്ങൾ പലവരും അവന്റെ മുമ്പിൽ കെട്ടിയടച്ചു. എന്നിട്ടും തളരാതെ ഇന്ന് ലോകം അവന് വേണ്ടിയാണ് ആർപ്പ് വിളിക്കുന്നത്. He comes to life when the competition comes to life. Beautiful! Beautiful! Just no stopping him! A walking work of art. He comes to life when his team needs him. It's him again. It's always him. When in need, call 7. For Ronaldo! Of course! He is the bully of the big boys. Yes! ഉയരങ്ങളിലേക്കുള്ള കരിങ്കൽ പടവുകൾ ഒറ്റയ്ക്ക് വെട്ടി മാറ്റിയവന്റെ അപരാജിത മുന്നേറ്റത്തിന്റെ ചരിത്രം മാത്രം ബാക്കി. ചക്രവർത്തിമാരും രാജാക്കന്മാരും മന്ത്രിമാരും വിജയന്മാരും വായിച്ചു നടത്തിയ ഫുട്ബോൾ ഇതിഹാസത്തിൽ CR7 നായകനായി. ലോകമെമ്പാടുമുള്ള കളിയാരാധകരുടെ കട്ടൗട്ട് വിപ്ലവങ്ങളിലും അവന്റെ അത്ര തലപ്പൊക്കം മറ്റാർക്കുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ആയിരുന്നു അച്ഛൻ ജോസോയുടെ ആരാധന പുരുഷൻ. ക്രിസ്ത്യാനോ അങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയത്. ദുരിത ജീവിതത്തിൽ അടിയിൽപ്പെട്ട് മദീനയിൽ കാലം കഴിക്കാനല്ല ക്രിസ്ത്യാനോ കച്ചമുറിക്കിയത്. പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്കയുടെ ആരാധകനായി പന്തിന് പിന്നാലെ പാഞ്ഞതായിരുന്നു ക്രിസ്ത്യാനോയുടെ ബാല്യം. വളർച്ചയുടെ വഴിയിൽ സ്പോർട്ടിംഗ്, മാഞ്ചസ്റ്റർ, റിയൽ മാഡ്രിഡ്, യുണൈറ്റഡ് എന്നീ പല ക്ലബ്ബുകൾക്കായി അദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടുണ്ട്. മാഞ്ചസ്റ്ററിന് വേണ്ടി ഇറങ്ങുന്ന ആദ്യ പോർച്ചുഗീസ് താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. അവർ നൽകിയതായിരുന്നു ആ 7-ാം നമ്പർ കുപ്പായം. ആദ്യം ലൂയിസ് ഡിഗോ എന്ന ഇതിഹാസത്തിന്റെ നിഴലായി, പിന്നെ പറങ്കിപ്പടയുടെ എക്കാലത്തെയും കരുത്തുറ്റ നായകനായി. പോർച്ചുഗീസ് ഫുട്ബോളിന്റെ സുവർണകാലങ്ങളെ നിയന്ത്രിച്ചത് ഫിഗോയുടെ കാലുകളായിരുന്നു. എക്കാലവും ലോകകപ്പ് പ്രതീക്ഷകളിൽ പോർച്ചുഗൽ പിന്നിലായിരുന്നെങ്കിലും ഫിഗോയുടെ മാസ്മരിക കഴിവുകൾ കൊണ്ട് ഇതിഹാസങ്ങളുടെ തലപ്പൊക്കത്തിൽ അവർ നിറഞ്ഞു നിന്നു. ഫിഗോയെ കണ്ടവർ റൊണാൾഡോയുടെ വരവും കണ്ടു. നിഴലിൽ നിന്നും വെളിച്ചത്തിലേക്ക്, പിന്നെ തല കുനിക്കാത്ത പറങ്കിപ്പടയുടെ നായകനായി. He comes to life when the competition comes to life. Beautiful! Beautiful! Just no stopping him! കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോർച്ചുഗീസും ക്രിസ്ത്യാനോയും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഖത്തറിലെത്തിയത്. എന്നാൽ കണ്ണീരോടെ മാത്രം മടങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. നൊമ്പരങ്ങളോടെ നൂലിപ്പാടം പൊട്ടിച്ച് നിങ്ങളന്ന് വിങ്ങിപ്പൊട്ടിയ ആ ഒരു നിമിഷമുണ്ടല്ലോ പ്രിയ ക്രിസ്ത്യാനോ, അത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഒരിക്കലും നിങ്ങളെ അറിയിച്ച രീതിയിലുള്ള പടിയിറക്കമല്ല ഖത്തറിന്റെ മണ്ണിൽ നിങ്ങളെ തേടിയെത്തിയത്. പടലപ്പിണക്കങ്ങൾ തുടർക്കഥയായ ആ ടീമിൽ നിങ്ങളെന്നും ഒറ്റപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ പോർച്ചുഗലിന്റെ പരാജയത്തിന്റെ കാരണവും. സഹകരണമില്ലാത്ത അച്ചുതണ്ടിൽ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി. ലോകത്തെ എക്കാലത്തെ മികച്ച ഫുട്ബോൾ കളിക്കാരിൽ നിങ്ങളുടെ പേരും എന്നും സംഘലിപികളാൽ കൊത്തിവെക്കപ്പെടും. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർക്കോ മറ്റൊരു 100 ജന്മം എടുത്താലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും ദൂരത്തിലാണ് നിങ്ങളുടെ സ്ഥാനം. അതേ, കാൽപന്ത് ലോകത്തിന്റെ ഒരൊറ്റ രാജകുമാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. Without so much as a by your leave, Cristiano